സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ആരാധകരുള്ള ഒരു കുടുംബമാണ് നടൻ കൃഷ്ണകുമാറിൻ്റെത്. അച്ഛന്റെ പാത പിന്തുടർന്നത് മൂത്ത മകൾ അഹാനയും മൂന്നാമത്തെ മകൾ ഇഷാനിയുമാണ്. രണ്ടാമത്തെ മകൾ ദിയ എന്ന ഓസി ആ കുടുംബത്തിലെ ചുണക്കുട്ടി എന്നാണ് ആരാധകർ പറയാറ്. ദിയയുടെ വിശേഷങ്ങളെല്ലാം സമൂഹ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കാറുണ്ട്. ഇളയ മകൾ ഹൻസികയാണ് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള അംഗം. അമ്മ സിന്ധുവിനും അച്ഛൻ കൃഷ്ണകുമാറിനും മക്കളെപ്പോലെ തന്നെ ആരാധകരുമുണ്ട്. രണ്ടാമത്തെ മകൾ ദിയ അഭിനയത്തിലേക്കൊന്നും തിരിയാതെ ബിസിനസ്സിൽ ശ്രദ്ധ പതിപ്പിക്കുകയാണ്. ദിയയുടെ പ്രണയവും വിവാഹവും ഗർഭവും പ്രസവവും എല്ലാം സോഷ്യൽ മീഡിയ ആഘോഷിച്ച വിഷയങ്ങളാണ്. അടുത്തിടെ ദിയയുടെ സ്ഥാപനത്തിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പും അതേ തുടർന്നുണ്ടായ പ്രശ്നങ്ങളും വാർത്തയായിരുന്നു. ഇപ്പോൾ ഇതാ ഓസിയുടെ പാത പിന്തുടർന്ന് അമ്മയും സഹോദരിമാരും പുതിയ ബിസിനസ്സിന് തുടക്കം കുറിച്ചിരിക്കുകയുമാണ്. ദിയയുടെ പോലെ ആഭരണ കച്ചവടമല്ല ഇത്തവണ തുടങ്ങിയിരിക്കുന്നത്, ക്ലോത്തിങ് ബ്രാൻഡാണ്. പേര് കൊണ്ട് തന്നെ വ്യത്യസ്തമാണ് ഇവരുടെ ബ്രാൻഡ്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാണ് അഹാനയും അമ്മയും സഹോദരിമാരും ചേർന്ന് പുതിയ വസ്ത്ര ബ്രാൻഡിന് തുടക്കം കുറിച്ചത്. സിയ ബൈ അഹാദിഷിക എന്നാണ് ഇവരുടെ ക്ലോത്തിങ് ബ്രാൻഡിന്റെ പേര്. ബ്രാൻഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റും പരസ്യപ്പെടുത്തിയിരുന്നു. അഹാനയും അമ്മയും സഹോദരിമാരും ഹാൻഡ് പിക്ക് ചെയ്ത എക്സ്ക്ലൂസീവ് കളക്ഷൻസ് ആണ് വെബ്സൈറ്റിൽ എത്തിക്കുന്നതെന്ന പ്രത്യേകതയാണ് പുതിയ ബ്രാൻഡിനെ എല്ലാവരിലേക്കും എത്തിച്ചത്. ആദ്യത്തെ സെറ്റ് കളക്ഷൻ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തപ്പോൾ മുതൽ പുതിയ ബ്രാൻഡിന്റെ നിലവാരം അറിയാൻ ആരാധകരുടെ തിരക്കായിരുന്നു. വളരെ പ്രതീക്ഷയുമായി എത്തിയ ആളുകളെ നിരാശരാക്കുന്ന പ്രൊഡക്ട്സുകളാണ് താരകുടുംബത്തിന്റെ ബിസിനസ് പ്ലാറ്റ്ഫോമിൽ എന്നാണ് പരക്കി ഉയർന്ന ആക്ഷേപം. വസ്ത്രങ്ങൾ വാങ്ങാൻ വെബ്സൈറ്റിൽ വന്നവരെല്ലാം തുണിത്തരങ്ങളുടെ വില കേട്ട് ഞെട്ടി. സാരികൾക്ക് വില കൂടുതലാണെന്നായിരുന്നു അവരുടെ ഞെട്ടിച്ച ഘടകം. സാധാരണക്കാർക്ക് സ്വപ്നം പോലും കാണാനാകാത്ത വിലയായിരുന്നു ഇട്ടിരിക്കുന്നത്. 5000-ൽ കുറഞ്ഞ സാരികളില്ലെന്നുമാണ് ആളുകൾ പറയുന്നത്. നിരവധി പേർ ഇതിനെതിരെ പ്രതികരിച്ചുവെങ്കിലും യാതൊരുവിധ മാറ്റവും അഹാന കൊണ്ടുവന്നിട്ടില്ല എന്നാണ് ആരോപണം. അടുത്ത സെറ്റ് പ്രൊഡക്റ്റുകൾ വെബ്സൈറ്റിൽ ആഡ് ചെയ്തിട്ടും വില കുറയ്ക്കാനുള്ള തീരുമാനം അഹാന നടത്തിയില്ലെന്ന് തന്നെയാണ് ഉപഭോക്താക്കൾ പറയുന്നത്. എല്ലാത്തിനും വൻ വിലയാണത്രേ. അതിനിടയിലാണ് നടിയും അവതാരികയുമായ ആര്യയുടെ ഷോപ്പിനെ കുറിച്ചുള്ള ചർച്ചയും സോഷ്യൽ മീഡിയയിൽ സജീവമായി നടക്കുന്നത്. ഒരേ ഡിസൈനിലുള്ള സാരി രണ്ടു പേരുടെ പ്ലാറ്റ്ഫോമിലും രണ്ട് വിലയാണ്. ആര്യ 9500 രൂപയ്ക്ക് വിൽക്കുന്ന സാരി അഹാനയുടെ ബോട്ടിക്കിൽ കൊടുക്കുന്നത് 14999 രൂപയ്ക്ക്. ആര്യയുടെ സോഷ്യൽ മീഡിയ പേജിൽ ഇതേ സാരി കണ്ടതോടെ അഹാനയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ വില കൂട്ടിയിരിക്കുന്നതിനെ കുറിച്ച് ചോദ്യങ്ങളും വിമർശനങ്ങളും ഉയർന്നു. എന്നാൽ വിമർശിച്ചതിന് അഹാന ഞങ്ങളെ ബ്ലോക്ക് ചെയ്തു എന്നും ചിലർ കുറിക്കുന്നുണ്ട്. കുടുംബത്തിലെ എല്ലാവർക്കും ഷെയറുള്ള സ്ഥാപനമായതുകൊണ്ട് എല്ലാവരുടെയും വിഹിതം കൂട്ടിയത് കൊണ്ടാണ് ഇത്രയും വിലയെന്നാണ് പലരും വിമർശനമായി പറയുന്നത്. എന്തായാലും ആഭരണ കച്ചവടം നടത്തി ദിയാകൃഷ്ണ ഉണ്ടാക്കിയ നല്ല പേരൊക്കെ തുണിക്കച്ചവടം നടത്തി അഹാന കളഞ്ഞു കുളിച്ചെന്ന് ആക്ഷേപിക്കുന്നവരാണ് കൂടുതലും. ഈ വിലയിലെ വ്യത്യാസവും അഹാനയുടെ സഹോദരിമാരുടെ വിശ്വാസ്യതയെ കൂടി ബാധിച്ചിരിക്കുകയാണ്.